السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വിവിധ ഉദ്ദേശങ്ങളാൽ ദുആക്ക് വസൂയത്ത് ചെയ്ത അനേകം സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെ മുറാദുകളെയും ഹാസിലാക്കി നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൾഫ് ലോകത്ത് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ്. അല്ലാഹു തആല എല്ലാ കെടുതികളിൽ നിന്നും ഉമ്മത്തിനെ രക്ഷപ്രദാനം ചെയ്യട്ടെ. യുദ്ധത്തിന്റെ ഭീതികളിൽ നിന്ന് ലോകത്തെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനും അള്ളാഹു നമുക്ക് നിഅമത്തായി നൽകിയ ഈദുൽ ഫിത്തറും ഒക്കെ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന രീതിയിൽ ആത്മീയമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മുൻഭാഗത്തൊക്കെ സൊഫിൽ ധാരാളം ഒഴിവുകളുണ്ട്. ബാക്കിലുള്ള ആളുകൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുമ്പിലേക്ക് കയറിയിരുന്ന സൊഫുകൾ പൂർത്തിയാക്കുക. പിറകിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ ഒഴിവുള്ളത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും സൊഫിലേക്ക് മുന്നിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വയം ചിന്തിക്കുവാനും ആത്മവിചിന്തനങ്ങൾ നടത്തി ഒരു നല്ല മുഅ്മിനായി അടിമയായിട്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോകാനും ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകും. ആ അവസരങ്ങളെ വിശ്വാസികൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരുമാണ്. പക്ഷേ നമ്മൾ ആർജിച്ചെടുക്കുന്ന ആത്മീയമായ കരുത്തുകളെ നമ്മൾ ഏതെങ്കിലും ചില പ്രത്യേകമായ ഇബാദത്തിന്റെ നിമിഷങ്ങളിലൂടെ സ്വായത്തമാക്കുന്ന അനുഭൂതികളെ, ഇലാഹിയായ അനുഭൂതികളെ നമ്മുടെ ജീവിതാന്ത്യം വരെ നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ഒരു മുഅ്മിൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അത് ആഖിറുസ്സമാനിന്റെ ഏറ്റവും വലിയ അപകടം കൂടിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആത്മീയമായ സന്തോഷങ്ങൾ ഒരു ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ജുമുഅയിൽ നമ്മൾ പങ്കെടുത്ത് പിരിഞ്ഞു പോകുമ്പോൾ അത്രയും സമയം ഇഅ്തികാഫിന്റെ നിയ്യത്തിലായി പള്ളിയിൽ കൂടിയിരുന്ന് ഒരുമിച്ച് ജമാഅത്തായിട്ട് നമ്മൾ ജുമുഅയിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കെടുത്ത് ഒരുമിച്ച് ഇബാദത്തുകളൊക്കെ നടത്തി അന്നത്തെ ആ ദിവസത്തിൽ അൽ കഹ്ഫ് സൂറത്തൊക്കെ ഓതിയതിന്റെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതൊരു ആത്മീയമായ ഒരു പ്രകാശമാണ്, നമ്മൾ നിർവഹിക്കുന്ന അമലുകളുടെ പ്രകാശം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണല്ലോ. മറ്റു ജീവികളെ പോലെയല്ല. മറ്റു ജീവികൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരു ആത്മീയമായ ഒരു സന്തോഷമായി അനുഭവിപ്പിക്കുവാനുള്ള ഒരു വൈകാരികമായ ഒരു ബുദ്ധിശേഷിയൊന്നും അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയുടെയും പ്രതിഫലങ്ങൾ, ആ നന്മ കൈകൊണ്ട് ചെയ്ത നന്മയാണെങ്കിൽ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതിൽ നിന്ന് ഒരു കരണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന പോലെ ആ നന്മയുടെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും. നമ്മൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ വഴി മുറിച്ചു കടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചാൽ അയാളെ സുരക്ഷിതമാക്കി കൊടുത്തത് നമ്മുടെ കൈയാണെങ്കിലും അതിന്റെ കുളിരനുഭവിക്കണം നമ്മുടെ ഹൃദയമായിരിക്കും. വിശുദ്ധ ദീൻ അതിനെക്കുറിച്ച് ഖുർറത്തു ഐൻ എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിനൊരു സന്തോഷമുണ്ടാവുക, ഒരു കുളിരനുഭവപ്പെടുക. ഏതൊരു അമലാണെങ്കിലും ആ അമൽ ചെയ്താൽ നല്ലതാണെങ്കിൽ ആ നന്മയുടെ ഒരു പ്രതിഫലനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഒരു തിന്മയാണെങ്കിൽ, എത്ര വലിയ ദോഷിയാണെങ്കിലും അവൻ ചെയ്ത തിന്മയുടെ ഒരു ദൗർഭാഗ്യകരമായ ഒരു വിഷമം, ഒരു കുറ്റബോധം, ഒരു നഷ്ടബോധം, ഒരു വേദന അവന്റെ ഉള്ളിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും. അത് ഒരു മുഅ്മിനാണെങ്കിൽ അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇളക്കം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മനുഷ്യ പ്രകൃതമാണ്. പക്ഷെ പ്രശ്നം എന്താണ്? നന്മകളിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ഈ സന്തോഷങ്ങളെ നിലനിർത്തുവാൻ, ആ പ്രകാശത്തെ നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ എന്നാണ്. എങ്ങനെയാണ് ആ പ്രകാശത്തെ നമ്മൾ നിലനിർത്തേണ്ടത്? നമ്മുടെ ഉള്ളിലെ ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു സന്തോഷം, അതൊരു പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തെ കെട്ടുപോകാതെ അതിനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഒരു കവചം ഒരുക്കിയിട്ട് സൂക്ഷിക്കണം. ഏതാണ് ആ കവചം?
ആ കവചമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള ഇൽമ് അള്ളാഹു നമ്മുടെ ഖൽബിൽ ഉണ്ടാവുക എന്ന്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഇൽമുകൾ, ജ്ഞാനങ്ങൾ ഉണ്ടാകണം, അറിവുകൾ ഉണ്ടാകണം. അറിവ് എന്ന് പറഞ്ഞാൽ മദ്രസയിൽ നമ്മൾ സാധാരണ പഠിച്ചെടുക്കുന്ന അറിവുകൾ മാത്രമല്ല, മരണം വരെ ഒരു മുസ്ലിമിനെ സഞ്ചരിപ്പിക്കുന്ന വാഹനത്തിന്റെ പേരാണ് ഇൽം. ഇൽം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സ്വായത്തമാക്കുന്ന ഒന്നല്ല പരിശുദ്ധ ഇസ്ലാമിൽ. അത് മരണം വരെ മുഅ്മിനാകുന്ന എന്റെ ഈമാനിനെയും ഹിദായത്തിനെയും എന്റെ ആത്മീയ പ്രഭയുള്ള നൂറുള്ള റൂഹിനെയും സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. ആ വാഹനമാണ് എന്റെ ഇൽം. ആ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഈ നൂറ് കെട്ടുപോകും. ആ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ എന്റെ ഉള്ളിലേക്ക് സംശയങ്ങളാകുന്ന രോഗങ്ങൾ കടന്നു വരും. ആ രോഗങ്ങൾ വന്ന് എന്റെ ഉള്ളിലുള്ള ഹിദായത്താകുന്ന വെളിച്ചത്തെ അതിനെ ഇരുട്ടാക്കി മാറ്റിക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനെ നിരന്തരമായി പരിപോഷിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ഹിദായത്തിനെയും നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിനെയും അന്ത്യനാൾ വരെ നമുക്ക് സുരക്ഷ നൽകുന്ന ഒരു വാഹനമാക്കി മാറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. ആ വാഹനത്തിന്റെ പേരാണ് ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇൽമിയായ ആന്തോളനങ്ങൾ. ആ ഇൽമുകൾ ഓരോ ദിവസവും ഒരു വിശ്വാസി ആർജിച്ചെടുക്കണം. എല്ലാ ദിവസവും. നമ്മുടെ നാട്ടിൽ ഇന്ന് വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, ക്ലാസ് മാറിക്കടക്കാൻ വേണ്ടി, വിജയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വ്യവഹാരം മാത്രമാണ് എന്ന ഒരു കരുതലുണ്ട്. ഇസ്ലാമിൽ ഒരിക്കലും വിജ്ഞാനം അങ്ങനെയല്ല. ഇസ്ലാമിൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിന്റെ ജീവനാണ് ജ്ഞാനം. എന്റെ ഉള്ളിലെ ഇസ്ലാം നിലനിൽക്കുന്നത് എന്റെ ഖൽബിലേക്ക് നിരന്തരമായി പ്രവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനം കൊണ്ടാണ്. ആ ജ്ഞാനങ്ങളെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ആ വിവരങ്ങളെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വിവരമായി പ്രവഹിക്കുന്ന ഒരു മാർഗമുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഒരാൾക്ക് അർത്ഥം അറിയില്ലെങ്കിലും ആ ഖുർആനിനെ ഒരാൾ ഇങ്ങനെ പാരായണം ചെയ്താൽ, ആ ഖുർആനിനെ ഇങ്ങനെ സദാ കേട്ടുകൊണ്ടിരുന്നാൽ, ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നാൽ, ആ ഖുർആൻ വന്ന് പതിക്കുന്നത് എന്റെ ചെവിയിലല്ല. ഞാൻ അതിനെ ഓതുമ്പോൾ ആ ഖുർആന് സഞ്ചരിക്കുന്നത് എന്റെ ചുണ്ടുകളിലൂടെയല്ല, എന്റെ ഹൃദയത്തിലൂടെയാണ്. എന്തുകൊണ്ട്? ഖുർആൻ ഒരു കേവലം വാചകമല്ല, അത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമിനെ അനുഭവിക്കുവാൻ ഒരുപക്ഷെ എന്റെ ബുദ്ധിക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്റെ റൂഹിന് സാധ്യമാകും. എന്റെ റൂഹ് അതിനനുഭവിക്കും. അത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ ആളുകൾ ഈ ഹിദായത്തിന്റെ സംരക്ഷണത്തെ അനുഭവിക്കാൻ കഴിയും. മറ്റു മാർഗങ്ങൾ എങ്ങനെയാണ്? എന്റെ ചുറ്റുപാടിൽ എനിക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ കണ്ടെത്തണം. ഏതാണ് ഒരു വിശ്വാസി അവന്റെ ഇൽമായിട്ട് സ്വീകരിക്കേണ്ട ആദ്യത്തെ ജ്ഞാനം? ഏതാണ് ഒരു വിശ്വാസി? അവൻ ഒരു അക്കാദമിക് പഠനം നടത്തുന്ന ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർക്ക് പ്രത്യേകമായ മാർഗരേഖകൾ ഉണ്ടാകും. ഒരു സാധാരണയുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ സ്വീകരിക്കേണ്ട ജ്ഞാനം ഏതാണ്? കണ്ടതൊക്കെ വായിക്കുക എന്നതാണോ? കാണുന്നതൊക്കെ വായിക്കലോ അല്ലെങ്കിൽ കേൾക്കുന്നതൊക്കെ ആസ്വദിക്കലോ അല്ല. അവൻ ഏറ്റവും കൂടുതൽ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അവന്റെ വായന ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ഒരാൾ നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഈ വിശ്വാസത്തെ സ്വീകരിക്കുവാൻ പാകപ്പെടുന്ന ഒരു നനുത്ത മണ്ണ് അവന്റെ ഉള്ളിൽ രൂപപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് മാത്രമല്ല, അവിടുത്തെ ശാരീരികമായ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുന്ന ശമാഇൽ, അവിടുത്തെ പ്രത്യേകതകളെ പറയുന്ന ഖസായിസ്, അവിടുത്തെ മഹത്വങ്ങളെ പറയുന്ന ഫളാഇൽ, ഇതൊക്കെ നിരന്തരമായി കേൾക്കുകയും വായിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി മാറ്റങ്ങൾ ഉണ്ടാക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനത്തിന്റെ ആരംഭം അസ്മാഉൽ ഹുസ്നയാണ്. നോക്കൂ, നമ്മുടെ സൂരികളായിട്ടുള്ള ആരിഫീങ്ങൾ, നമ്മൾ അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, അവരോട് എന്തെങ്കിലുമൊക്കെ നന്മകൾ, എന്തെങ്കിലുമൊക്കെ ഔറാദുകൾ എനിക്ക് നിർദ്ദേശിക്കുമോ എന്ന് ചോദിച്ചാൽ അവരൊക്കെയും പറയാറുള്ളത് അസ്മാഉൽ ഹുസ്ന ചൊല്ലാനാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലലാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കുള്ളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയെടുക്കലാണ്. നോക്കൂ, നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അള്ളാഹു ഗഫൂറാണ്. ആർക്ക് ഗഫൂർ ചെയ്യുന്നവൻ? എനിക്ക്. അള്ളാഹു സത്താറാണ്. അള്ളാഹു തആല സത്താറാണ്. ആരെ മറപ്പിക്കുന്നത്? എന്റെ ന്യൂനതകളെ മറപ്പിക്കുന്നവൻ. അള്ളാഹു അഫൂവാണ്. അള്ളാഹു തആല നസീറാണ്. ഇത് നോക്ക്, ഈ പറയപ്പെടുന്ന റബ്ബിനെ കുറിച്ച് പറയുന്ന ഓരോ വിശേഷണങ്ങളും ഞാനുമായി ബന്ധപ്പെടുന്നതാണ്. ഓരോ അടിമകളുമായി ബന്ധപ്പെടാത്ത അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളും ഇസ്മുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും നമ്മൾ അനുഭവിക്കുകയാണ്. അതിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓരോ തവണ അറിഞ്ഞ് ഇസ്മുകൾ ചെല്ലുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരു ആത്മീയമായ ഒരു തിളക്കമുണ്ടാകും. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുമുള്ള നിരന്തരമായ പഠനങ്ങളും വായനകളും അന്വേഷണങ്ങളും ആലോചനകളും
നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ നിരന്തരമായി കടന്നുപോയാൽ മാത്രമേ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഈമാനിന്റെ പ്രകാശങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ അങ്ങനെയുള്ള ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് അപരിചിത്വം എന്ന ആളുകൾ പറഞ്ഞേക്കാം. എന്തു പണിയാണ് അവർ ഈ ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് വെറുതെ സമയം അതിനൊക്കെ മെനക്കെടുത്തത് എന്തിനാണ്? ആളുകൾ ചോദിച്ചേക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബദഅൽ ഇസ്ലാമു ഗരീബ. അങ്ങനെയുള്ള അപരിചിതത്വങ്ങളുടെ വാക്കിൽ തന്നെയാണ് ഇസ്ലാമിന്റെ ആരംഭം ഉണ്ടായത്. വസയഊദു ഗരീബ. ഇസ്ലാമിന്റെ മടക്കവും അങ്ങനെ തന്നെയാണ്. നോക്കൂ, തിന്മകൾ വ്യാപകമായിരുന്ന കാലത്ത്, മക്കളെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത്, മദ്യം ഇങ്ങനെ മദ്യപ്പുഴകളായി ഒഴുക്കപ്പെട്ടിരുന്ന കാലത്ത്, അവനവന് ഇഷ്ടമുള്ള സ്ത്രീകളെ ഇഷ്ടം പോലെ ഭോഗിച്ചിരുന്ന കാലത്ത് ഇതിനെയൊക്കെ അരുതേ 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 എന്ന് പറയുന്ന ഇസ്ലാം വന്നപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു, ഇത്രയധികം 300 കണക്കിന് ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഒരു പടച്ചോനെ കൊണ്ട് പരിഹരിക്കപ്പെടുക എന്നവർ ചോദിച്ചിരുന്നു. അങ്ങനെ അവർക്ക് അത്ഭുതകരമായിരുന്നു ഇസ്ലാമിന്റെ രംഗപ്രവേശനത്തെ. ആ അത്ഭുതത്തിൽ എങ്ങനെ ഇതൊക്കെ നടക്കും, എങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് ആളുകൾ അതിശയപ്പെട്ട ലോകത്താണ് ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ടത്. ആളുകൾക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കുറിച്ച് അപരിചിതത്വം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ തന്നെയാണ് ഇസ്ലാം വളർന്നത്. പിന്നീട് വ്യാപിക്കുന്നു, മുസ്ലിങ്ങൾ വ്യാപകമാകുന്നു, എണ്ണം കൂടുന്നു. എന്നാൽ വസയഊദു ഗരീബ, ഇസ്ലാമിന്റെ മടക്കത്തിലും അങ്ങനെയായിരിക്കും. വതൂബാ ലിൽ ഗുറബാ, അതുകൊണ്ട് സുവിശേഷം അറിയിക്കപ്പെടുന്നത് ഈ അപരിചിത ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ്. നോക്കൂ, ഈ ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് അവനവന്റെ ഭൗതികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ മെനക്കെടുത്തേണ്ടതിന്റെ പകരം പള്ളികൾക്ക് വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, പൊതുസമൂഹം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, സമയം കൊല്ലലാണെന്ന് ആക്ഷേപിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും ഒക്കെ മാറ്റിവെക്കപ്പെടുന്നതിനെ എന്ത് വിഡ്ഢിത്തമെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിയെക്കുറിച്ച് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വസയഊദു ഗരീബ. അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആളുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടവനല്ല മുഅ്മിൻ. ഖുർആൻ പറയാണ്, നിങ്ങൾ ലോകത്തുള്ള മനുഷ്യർ കൂടുതലും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് കരുതി അവർ ചെയ്യുന്ന ചെയ്തികളുടെ പിറകെ പോയാൽ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് വഴി തെറ്റിക്കളയുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പൂർണ്ണമായി ആളുകൾക്ക് അപരിചിതത്വം തോന്നുമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ടീൻ നമ്മളായിട്ട് തെരഞ്ഞെടുക്കുകയും അതൊരു ആത്മീയതയുടെ അച്ചടക്കമുള്ള മാർഗമാവുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്ക്, ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. അച്ചടക്കത്ത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ചിട്ടയെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനേക്കാൾ നല്ല മനോഹരമായ ഒരു പരിഹാരങ്ങളില്ല എന്നാണ്. പുതിയ കാലഘട്ടത്തിൽ ആളുകൾ അവനവന്റെ നാവിനെയും അവന്റെ കൈകളെയും അവന്റെ നോട്ടങ്ങളെയും ചിന്തകളെയും ഒക്കെ അന്യന്റെ അഭിമാനത്തെ പറിച്ചു കളയാൻ വേണ്ടി വിനിയോഗിക്കുന്ന കാലത്ത് മറ്റുള്ളവരുടെ അഭിമാനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അപവാദ പ്രചാരണങ്ങളുടെയും അതുപോലെ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ആളുകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ അവനവന്റെ ചിന്തയും കണ്ണുകളെയും കാതുകളെയും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പുകൾ എല്ലാ മനുഷ്യർക്കും നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ വൽ ആഖിറ. ഫാഹിഷത്തിനെ പ്രചരിപ്പിക്കാൻ, വൃത്തികേടുകളെ പ്രചരിപ്പിക്കുവാൻ ആരെങ്കിലും മെനക്കെടുന്നുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സർവനാശമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഫാഹിഷത്ത് എന്ന് ഖുർആൻ പറഞ്ഞത് എല്ലാ വൃത്തികേടുകളെ കുറിച്ചുമാണ്. ഒരിക്കലും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരിക്കലും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിത ഘടനയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൃത്തികേടുകളിൽ നിന്ന് മാറി നന്മയുടെ ഇബാദത്തിന്റെ ആസ്വാദനങ്ങളുടെ ലോകത്തേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമാകുന്ന ഒരു പ്രക്രിയ. അതാണ് എല്ലാ വിശ്വാസികളും അവരുടെ ഇസ്ലാമിക ജീവിതത്തിലൂടെ ആർജിച്ചെടുക്കേണ്ടത്. ഇബാദത്തുകളുടെ സമയത്ത് മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല ഇസ്ലാം. 24 മണിക്കൂറും നമ്മളെ ചുറ്റുപാടിങ്ങനെ മൂടിക്കിടന്ന് നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ഒരു ആദർശത്തിന്റെ പേരാണ്. അതിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് എല്ലാ മാസവും നടക്കുന്ന മജ്ലിസുന്നൂർ മഗ്രിബിന് ശേഷം നടക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇഷ്ക് മജ്ലിസ് ഉണ്ടാവും. നമുക്കറിയാം, എല്ലാ മാസവും നമ്മൾ ഈ പറയുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും മാത്രം ആലോചിക്കുവാൻ നമ്മുടെ പള്ളിയിൽ അതിനുവേണ്ടി മാത്രമായി 2.5 മണിക്കൂർ മാറ്റിവെക്കപ്പെടുന്ന ഒരു മനോഹരമായ സമയമാണ്. പള്ളിയിൽ
ഇശാന് ശേഷം എല്ലാവരും ഒക്കെ നമ്മുടെ നാട് പൊതുവെ ശാന്തമാകുന്ന നേരത്ത് പള്ളി ഒത്തുകൂടി ഇഅ്തികാഫിന്റെ നിയ്യത്തിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാ, അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയാ, അവരോടുള്ള നമ്മുടെ മഹബത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അത് പറയലും പാടലും ഇബാദത്തും ദിക്റും ദുആയും ഒക്കെയായി തൗബയും ഒക്കെയായി എല്ലാ മാസവും ഒരു 2.5 മണിക്കൂർ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാൻ മനോഹരമായ ഒരു അവസരം ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. എല്ലാ മാസവും നടക്കാറുണ്ട്. നമ്മുടെ മഹലിന്റെ വിദൂര രാജ്യങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ നമ്മുടെ ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരൊക്കെ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ദേശമംഗലം ഉസ്താദ് അവറുകളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹം അറിയപ്പെട്ട പ്രഭാഷകനാണ്. പ്രത്യേകിച്ച് മദ്ഹിന്റെ വേദികൾക്ക് നിരന്തരമായി നേതൃത്വങ്ങളൊക്കെ കൊടുക്കുന്ന വലിയ പ്രഗത്ഭനായ പണ്ഡിതനും ആഷിഖുമാണ്. നിങ്ങൾ എല്ലാവരും ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരണം. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, ചെറുപ്പക്കാർ, അവരെയൊക്കെ പരമാവധി പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേക്ക് വേണ്ട എല്ലാ അർത്ഥത്തിലുള്ള സഹായ സഹകരണങ്ങളും പിന്തുണകളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച നമ്മുടെ ദർസിന്റെ സമാരംഭമാണ്. സിബഗത്തുല്ലാ നിസാമി എന്ന ഉസ്താദ് അവറുകളാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷം ഈ റമദാനിന് ശേഷം നമ്മുടെ മഹല്ലിൽ ദർസുമായിട്ട് ചുമതല ഏറ്റിട്ടുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുട്ടികളും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഉൾപ്പെടുന്ന അവർ ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച മഗ്രിബോട് കൂടി നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ദർസുദ്ഘാടനം നടക്കുകയാണ്. അപ്പൊ ബുധനാഴ്ച മഗ്രിബ് നിസ്കരിക്കാൻ പരമാവധി ആളുകൾ എത്തുകയും ആ ദർസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേക്കുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പിരിവ് നമ്മുടെ മഹല്ലിലെ അർഹരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്വതക്കയാണ് ആശ്വാസ് എന്ന പദ്ധതിയുടെ പിരിവാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുന്ന അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല ദാനധർമ്മ പദ്ധതിയാണ്. നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രവാസികൾ, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ പല കുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹിഫ്ളും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായ സുരക്ഷിതത്വം നമുക്കും അവർക്കുമൊക്കെ അല്ലാഹു നൽകട്ടെ. യുദ്ധത്തിന്റെ സകല കെടുതികളിൽ നിന്നും അല്ലാഹു നമ്മയും അവരെയും ഒക്കെ രക്ഷപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ ലോകത്തിന് അല്ലാഹു തആല സമാധാനം പ്രദാനം ചെയ്യട്ടെ. യുദ്ധത്തെ ആഗ്രഹിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സിനെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഖുദ്റത്തും ഖഹ്രിയത്തും അവരിൽ അല്ലാഹു തആല പ്രകടിപ്പിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.